പാപഭീത്യാ പക്വമന്നം വിഭജ്യ ഗൃഹിണോഷ്ണതഃ കദാപ്യപത്യവിച്ഛേദോ ന ജായേത സുചേതസഃ. പാപഭീത്യ പാപഭയത്താൽ, പക്വം അന്നം പാചകം ചെയ്ത ഭക്ഷണം, വിഭജ്യ വിഭജിച്ചിട്ട് ഭാഗിച്ചിട്ട്, അശ്നദഃ ഭക്ഷിക്കുന്ന, സുചേതസഃ ഗൃഹിണ വിശുദ്ധ ഹൃദയനായ ഗൃഹസ്ഥാശ്രമിക്ക് കദാപി ഒരിക്കലും അപത്യവിച്ഛേദഃ സന്തതിനാശം ന ജായേത ഉണ്ടാകുകയില്ല. എത്ര വലിയ ഒരു തത്വം, രഹസ്യം ഗുരു പറഞ്ഞു തരുന്നത് നോക്കൂ. അതായത് നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം ഒരു നിമിത്തം, ഭക്ഷണം ഒരു ഉദാഹരണം മാത്രമാണ്, എന്തും എന്നാണ് പറയുന്നത്. ഭക്ഷണം പാചകം ചെയ്തിട്ട് ആ ഭക്ഷണം വിഭജിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സങ്കല്പത്തിൽ കൊടുക്കണം. ഈശ്വരന്, പിതൃക്കൾക്ക് എല്ലാവർക്കും സങ്കല്പിച്ച് കൊടുക്കണം. അതാണ് വിഭജ്യ എന്ന് പറയുന്നത്. വിഭജിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ വിഭജിച്ച് എല്ലാവർക്കും, ജീവികൾക്ക്, പ്രകൃതിക്ക് ഒക്കെ കൊടുക്കാം. നാം പാചകം ചെയ്യുന്നത് ഒരാളല്ലേ ഉള്ളൂ, രണ്ടാളല്ലേ ഉള്ളൂ, ഒരു ഗ്ലാസ് അരിയിട്ടാൽ മതി എന്ന് പറയും. രണ്ടാളല്ല, അപ്പുറത്തും ജീവികളുണ്ട്. ഒരര ഗ്ലാസ് കൂടി കൂടുതലിട്ടേക്കാം. ഒരു അതിഥി വന്നാല അതൊക്കെ കിടക്കട്ടെ, അല്ലെങ്കിൽ ജീവികളുണ്ടല്ലോ ഇവിടെ എന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ വിചാരിച്ച് വിഭജ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പത്തില് നാം മാത്രമല്ല, നമുക്ക് ചുറ്റും നിരവധി ജീവികളും മനുഷ്യരും അതിഥികളും ദേവന്മാരും ഒക്കെയുണ്ട്, പിതൃക്കളൊക്കെയുണ്ട്. എല്ലാവർക്കും സങ്കല്പിക്കാം എന്ന് എപ്പോഴും സങ്കല്പിക്കണം. അത് അങ്ങനെ ചെയ്യുന്ന ഗൃഹസ്ഥന്, ആ ഗൃഹസ്ഥൻ ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് സുചേതസഃ ഗൃഹിണഃ. സുചേതസ്, ചേതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, നല്ല മനസ്സുള്ള ഗൃഹസ്ഥൻ അദ്ദേഹം. വിശുദ്ധ ഹൃദയനായിട്ടുള്ള ഗൃഹസ്ഥാശ്രമി, അയാൾക്ക് ഒരിക്കലും സന്തതിനാശം എന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. അപത്യം എന്ന് പറഞ്ഞ സന്തതി, വിച്ഛേദഃ വിച്ഛേദിച്ചു പോകാം, ഉണ്ടാകുകയില്ല. മക്കൾ ഒരിക്കലും ആ മാതാപിതാക്കളെ തള്ളിപ്പറയില്ല. രണ്ടാമത്, മക്കൾ നശിച്ചു പോവുകയില്ല, മക്കൾ മരിച്ചു പോവുകയില്ല, അകാലത്തിൽ മരിക്കുകയില്ല, മക്കൾ നശിച്ചു പോവുകയില്ല, ദുർഗതിയെ പ്രാപിക്കുകയില്ല. കാരണം എന്താ? അവര് നന്മയുടെ ഭാഗമായിട്ട് ജീവിച്ച ദമ്പതിമാരാണ്. അവർക്കുപരിയായിട്ട് വലിയ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജീവിച്ചവരാണ്. അതിൽ നിന്ന് ഈ മക്കൾക്ക് ഒരുപാട് വാല്യൂസ്, മൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. മക്കൾ മനസ്സിലാക്കുന്നു, എൻ്റെ അച്ഛനും അമ്മയും വലിയ മനസ്സുള്ളവരാണ്, അവരെ വേദനിപ്പിക്കുന്നത്, അവരെ ദുഃഖിപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് മക്കൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് അപത്യവിച്ഛേദ സന്തതിനാശം അവർക്കുണ്ടാകില്ലൊരിക്കലും എന്ന് പറയുന്നു. അപ്പം നമ്മൾ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് പല ആളുകളും എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നവിടെ. മക്കൾ നന്നാകുന്നതിന് മുമ്പ് നമ്മൾ നന്നായാൽ മതിയില്ലേ? ആണ് ഗുരു പറയുന്നത്. മക്കളെ നന്നാക്കാൻ ശ്രമിക്കരുത്, ഒരിക്കലും മക്കളെ നന്നാക്കാൻ ശ്രമിക്കരുത്. കാരണം നാം നന്നായാൽ മക്കൾ നന്നാവും. മക്കളെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നാം എടുക്കുന്നൊരു സ്റ്റാൻഡ് എന്താണെന്നറിയാമോ? നമ്മൾ പൂർണ്ണരാണ്. ഭാര്യയും ഭർത്താവും പറയുന്നു പെർഫെക്റ്റ് അച്ഛനും അമ്മയുമാണ് ഞങ്ങൾ, മക്കൾ മാത്രം മോശക്കാരാണ് എന്നാണ് അവരെടുക്കുന്ന സ്റ്റാൻഡ്. അതൊരിക്കലും ശരിയായ സ്റ്റാൻഡല്ല. ഒരു അച്ഛനും അമ്മയും തങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കാതെ മക്കളെ നന്നാക്കാൻ ശ്രമിക്കുന്നത് അബദ്ധം. അവർ നമ്മളെക്കാളും മെച്ചപ്പെട്ട ജീവിതം ജീവിക്കുന്നവരായിരിക്കും. എന്നാലും അച്ഛനും അമ്മയും പറയും അവർ ഒന്നിനും കൊള്ളാത്തവരാണ്. അങ്ങനെ ചെയ്യരുത്. ഗൃഹസ്ഥ ആശ്രമിയുടെ ധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുന്ന ഒരു മാതാവിനും പിതാവിനും മക്കളാലുള്ള ദുഃഖമോ ദോഷമോ നാശമോ ഒന്നും ഉണ്ടാകില്ല. ആ കാര്യം ഗുരു ഇവിടെ ഉറപ്പ് തരുന്നു.